ഒരാൾക്ക് ആഹാരം കൊടുത്താ അത് കഴിക്കാനുള്ള സമയം കൂടി കൊടുക്കണം. ഓഹോ, മക്കൾ അച്ഛനെ അകത്ത് കയറ്റി ഇരുത്തി സൽക്കരിക്കാനും തുടങ്ങിയോ? ആരോട് ചോദിച്ചിട്ടാടാ ഈ മനുഷ്യനെ അകത്ത് വിളിച്ചിരുത്തി സൽക്കരിക്കാൻ തുടങ്ങിയത്? ഞങ്ങളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. കഴിച്ചിട്ട് പോയിക്കോളും. അതെ അമ്മേ, അമ്മ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. വിശപ്പടക്കിട്ട് പൊയ്ക്കോട്ടെ. എവിടെ പോകുന്ന കാര്യമാടി? ഇയാൾക്ക് പോവാൻ വേറെ വല്ല ഇടം ഉണ്ടോ ഈ ഭൂമിയില്? ഉണ്ടോടി? അതെന്തിനാ നമ്മൾ നോക്കുന്നത്? നമുക്ക് ബാധ്യതയാവാതെ എങ്ങോട്ടെങ്കിലും പോയാ പോരെ? പോവില്ലടാ, എങ്ങോട്ടും പോവില്ല. പോവാനേ ചിലര് സമ്മതിക്കില്ല. ഇനി പോയാ തന്നെ നാട്ടുകാർ എന്നെ നിങ്ങളെ പഴിക്കും. തള്ളേ മക്കളും കൂടി ആ പാവത്തിനെ ആട്ടി ഓടിച്ചെന്ന് പറയും. ഈ മനുഷ്യനെ എന്നോട് എന്റെ മക്കളോടും ചെയ്തത് എനിക്ക് മാത്രമല്ലേ അറിയൂ. കുറച്ചൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ടാ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അമ്മയുടെ വാക്കിനും തീരുമാനത്തിനും ഒപ്പമായിരിക്കും. എങ്കിലേ ഈ അന്നദാനം ഇവിടെ വേണ്ട. താൻ എന്താ കരുതിയത്? എന്റെ കുടുംബത്തിൽ കയറി സുഖിക്കാമെന്ന് വിചാരിച്ചോ? നാട്ടുകാരെയും ചില മാന്യന്മാരെയും ബോധിപ്പിക്കാൻ ഈ വീടിന്റെ ചായ്പിലൊരു പായിട്ട് തിരിഞ്ഞാൻ അവിടെ ചുരുണ്ടുകൂടി കിടന്നോണം. കഴിക്കാനുള്ളത് വലുതും അവിടെ തരും. പിന്നെ ബാത്റൂം അത് പുറത്തുണ്ട്, അതുവഴി പോയി അത് ഉപയോഗിച്ചോണം. ഈ വീടിന്റെ പടി ചവിട്ടി ഇങ്ങോട്ട് കടന്നേക്കരുത്, കേട്ടല്ലോ? എല്ലാവരോടും കൂടിയാ എന്റെ തീരുമാനം ഇത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അകത്തിരുത്തി സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ ആയിക്കോ. ഞാനിവിടെ ഒഴിഞ്ഞു തന്നേക്കാം. അതിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞ പോലെ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അച്ഛനില്ല, അമ്മയേ ഉള്ളൂ. അമ്മയുടെ ഏട്ടന്റെ കഷ്ടപ്പാട് കണ്ട് വളർന്നവനാ ഞാൻ. അച്ഛനെന്നൊരാള് ആ ചിത്രത്തിൽ ഇല്ലായിരുന്നു. അതെ, ഒരു കടമയും ചെയ്യാതെ അച്ഛന്റെ അവകാശം മാത്രം പറഞ്ഞു വന്ന് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കേട്ടല്ലോ? ഇത്രയേ ഉള്ളൂ ഇയാൾക്ക് ഇവിടെയുള്ള സ്ഥാനം. അത് മനസ്സിലാക്കിയിരുന്ന 3 നേരം ആഹാരം കഴിച്ച് ഇവിടെ കഴിയാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
ആ